ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ്. ഇതിനായിട്ട് ഞാനിവിടെ വലിയ 12 നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം ഒരു 25 എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി വലിയത് 20 എണ്ണം, വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, മുളക് പൊടി 5 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് എരിവിനനുസരിച്ച് എടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ. ഈ ഉലുവാപ്പൊടിക്ക് പകരം ഉലുവയാണെങ്കിൽ ചേർക്കാം. കടുക് 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 1/4 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ നാരങ്ങ ഒരു അപ്പച്ചമ്പിലിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന്റെ തൊണ്ട് സോഫ്റ്റ് ആകുന്നിടം വരെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ തൊണ്ട് പൊട്ടി അതിന്റെ നീര് പുറത്തേക്ക് പോരുത്. അതിനു മുമ്പ് വാങ്ങണം. ഇപ്പൊ നാരങ്ങ പാകത്തിനായിട്ടുണ്ട്. തൊണ്ടെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നാരങ്ങ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തുടയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പം നാരങ്ങ നന്നായിട്ട് തുടച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഉപ്പിട്ട് ഒരു ദിവസം നാരങ്ങ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ. പക്ഷെ ഞാനിപ്പം ഇവിടെ ഡയറക്റ്റ് അങ്ങ് അച്ചാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവപ്പൊടിക്ക് പകരം ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ ഈ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ചെറു ബ്രൗൺ കളർ ആവുന്നതിടെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ കേടായി പോവും. ഇത് കുറച്ച് ചാറ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഈന്തപ്പഴം നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഇതിലിനി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈന്തപ്പഴം നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ചു വെക്കാം.